പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ വിശുദ്ധർ ഭൂമിക്ക് അനുഗ്രഹം എന്നതിനെക്കുറിച്ചാണ്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പരിശുദ്ധമായ വചന ശുശ്രൂഷയുടെ മണിക്കൂറുകളിൽ അനേകം ദൈവമക്കളെയും കുടുംബങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൻ്റെ യോഗ്യതയാൽ വിടുവിക്കാനും സൗഖ്യപ്പെടുത്താനും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ആ സിസ്റ്റർ എഴുതി അറിയിച്ചിരിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിസ്റ്റർ മേരി ജോയ്സ്, പാലാ രൂപതയിലെ കുറവലങ്ങാട് കർമ്മല മഠത്തിലെ അംഗമാണ്. 24 വർഷമായി എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ച് ഒരു ഓപ്പറേഷൻ കൂടാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തിയിരുന്നു. ബൈബിൾ വായിക്കാനും കാനോന നമസ്കാരം എത്തിക്കാനുമെങ്കിലും ഉള്ള കാഴ്ച കിട്ടണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ കർത്താവിനോട് ഒരു നേർച്ച നേർന്നു. 9 ആഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവം എൻ്റെ കണ്ണിനെ സുഖപ്പെടുത്തണം. അങ്ങനെ 2008 ഓഗസ്റ്റ് മാസം മുതൽ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം നേർച്ച നേർന്ന് കാണാൻ തുടങ്ങി. ഒരാഴ്ച സംബന്ധിച്ചതിന് ശേഷം ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്നെ പരിശോധിച്ച ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ സിസ്റ്ററിൻ്റെ കണ്ണിൽ തിമിരം മാറിയിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഡോക്ടർ പല ടെസ്റ്റുകളും ചെയ്തു. ഡോക്ടർ എന്നെ പല ബോർഡുകളും വായിപ്പിച്ചു. ഡോക്ടർ വായിപ്പിച്ച ബോർഡുകൾ വ്യക്തമായി വായിക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ദൈവജനത്തിന് വിടുതലും സൗഖ്യവും പാപമോചനവും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്.
ഇന്ന് ഞാനും നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങൾ മനസ്സ് തുറന്ന് യേശുവിനെ നാമത്തെ വിളിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിൻ്റെ അത്ഭുത സമ്പത്ത് ആ സ്ഥലത്ത് വർഷിക്കപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരിക്കുക, രണ്ട് കരങ്ങളും തുറന്ന് പിടിക്കുക, ഹൃദയം ദൈവമായ കർത്താവിലേക്ക് ഉയർത്തുക. ഒരുപാട് വേദനകളുണ്ട് ദൈവമേ, എൻ്റെ അപ്പ, എൻ്റെ സ്വർഗീയ പിതാവേ, ഒരുപാട് രോഗങ്ങൾ ചുമക്കുന്ന ശരീരമാണിത്. ഈ രോഗത്തിൽ സൗഖ്യമില്ലെന്ന പലരും പറയുന്നത്. ഒരുപാട് മരണഭയം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേടി മനസ്സിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ക്യാൻസർ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഒരുപാട് മാരകവ്യാധികളാൽ പീഡ അനുഭവിക്കുന്നവർ, പകർച്ചവ്യാധികളുടെ പിടിയിൽപ്പെട്ട് കിടക്കുന്നവർ, എല്ലാ രോഗികളെയും ഓ സ്വർഗീയ അപ്പ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ്. സാമ്പത്തികമായി തകർന്ന് ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള കണ്ണുനീരിൽ കുതിർന്ന ഭവനങ്ങളുണ്ട് അപ്പ. എല്ലാ കുടുംബങ്ങളെയും, കണ്ണുനീരിൽ കുതിർന്ന ഓരോ കുടുംബങ്ങളെയും ഇതാ ഈ നിമിഷം തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ട യുവതി യുവാക്കന്മാർ, ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവർ, വിശുദ്ധ കൂദാശകളിൽ നിന്ന് അകന്നു പോയവർ, സഭ ഉപേക്ഷിച്ചവർ, സത്യവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പറ്റാതെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്നവർ, ദൈവവചനത്തോട് യാതൊരു താല്പര്യമില്ലാതെ ആത്മീയ കാര്യങ്ങളോട് പുച്ഛവും അടുപ്പം തോന്നുന്നവർ, ഓ സ്വർഗീയ അപ്പ, ദൈവത്തിൻ്റെ ഭവനത്തിൽ പീഡ അനുഭവിക്കുന്ന ഈ ലോകത്തിൽ തകരുന്ന ഓരോ ജീവിതങ്ങളോട് കരുണ തോന്നണമേ. ഈ നിമിഷം സ്വർഗം തുറന്ന് യേശുവിന്റെ നാമത്തിൽ ഈ ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും വിളിക്കുന്നു, യേശുവിന്റെ നാമത്തെ വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും വിടുതലും സൗഖ്യവും ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവിൻ തിരുനാമത്തിൽ പിതാവേ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവേ, യേശുവിൻ തിരുനാമത്തിൽ ഓരോ മകനും ഓരോ മകളും പ്രാർത്ഥിക്കുന്നു. സാധ്യമായ ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ സാധ്യമായ ദൈവമേ ഇപ്പോൾ സ്പർശിക്കണമേ. ദൈവരാജ്യം ഓ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ അത്ഭുതത്തിന്റെ ആത്മാവേ, വിടുതലിന്റെ ആത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ, ആരാധനയുടെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ ഇപ്പോൾ കത്തി പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും മേൽ, ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ കൂട്ടായ്മയുടെ മേൽ, ഓരോ കൂട്ടായ്മയുടെ മേൽ ഇപ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ തകർന്ന് നിർവീര്യമാകട്ടെ. ഓരോ കുടുംബങ്ങളെയും ഓരോ കൂട്ടായ്മകളെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മഭൂതങ്ങളെയും യേശുവിന്റെ നാമം അയച്ച് നിർവീര്യമാകുന്നു. തിന്മകളും ആധിപത്യങ്ങളും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 19 അധ്യായം 5 തിരുലിഖിതം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഈ ഭൂമിയിൽ പാപത്തിൻ്റെ വെറിക്കൂത്തുകൾ ഉപേക്ഷിച്ച്
ജഡത്തിൻ്റെ മാർഗങ്ങളോട് വിട പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ സ്വർഗം വിലമതിക്കുന്നുണ്ട്, പിതാവ് വിലമതിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ശക്തി ആ ദൈവ പൈതലിന് മേലുണ്ട്. ആ ദൈവ പൈതൽ എവിടെ വസിച്ചാലും ആ ദൈവ പൈതൽ ഉള്ളത് കൊണ്ട് ആ നാട് അനുഗ്രഹിക്കപ്പെടും. ആ ദൈവ പൈതൽ അവിടെ ഉള്ളത് കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ആ ദൈവ പൈതൽ അവിടെ ഉള്ളത് കൊണ്ട് ആ സഭ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ സിറിയ രാജ്യത്തിൻ്റെ സൈന്യാധിപനായ നാമാനെ കുറിച്ചുള്ള പ്രതിപാദനം നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. സിറിയ രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തിരം കർത്താവ് സിറിയായിക്ക് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. അവൻ മുഖാന്തിരം കർത്താവ് സിറിയായിക്ക് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. നോക്കുക, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതൽ, ദൈവത്തിൻ്റെ സംപ്രീതി നിറഞ്ഞു നിന്ന ഒരു ജീവിതം. കാര്യം അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നെങ്കിലും, കാര്യം ജീവിതത്തിൽ മനപ്രയാസങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രീതി ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ട്, ആ നാമാൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ഉണ്ടായിരുന്നത് കൊണ്ട് ആ വ്യക്തി ജീവിച്ചിരുന്ന ആ രാജ്യം മുഴുവനെയും ദൈവം അനുഗ്രഹിക്കുന്ന രംഗമാണ് രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാമാനോടുള്ളൊരു ഇഷ്ടം ഒരു രാജ്യം മുഴുവനും ചെയ്ത തെറ്റുകൾ മറക്കാൻ തക്കവിധം ദൈവത്തിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. ഒരു രാജ്യം മുഴുവനും ചെയ്ത മുഴുവൻ തെറ്റ് ക്ഷമിക്കാൻ ഒരാളോടുള്ള ഇഷ്ടം ദൈവത്തെ പ്രേരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ക്ലേശങ്ങൾ സഹിച്ച് നമ്മുടെ ജഡപ്രകാരമുള്ള പ്രവണതയെ കീഴ്പ്പെടുത്തി വിശുദ്ധമായ ജീവിതം നയിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മനസ്സ് ആനന്ദം കൊള്ളുന്ന വിഷയം വിശുദ്ധ ജീവിതമാണ്, പരിശുദ്ധിയുള്ള ജീവിതമാണ്. ഞാനും നിങ്ങളും പരിശുദ്ധരായി ജീവിച്ചാൽ ഒരു രാജ്യം മുഴുവനും ചെയ്യുന്ന മുഴുവൻ തെറ്റ് ക്ഷമിക്കാൻ ആ ഒരൊറ്റ വ്യക്തിയോടുള്ള വാത്സല്യത്തെ പ്രതി ദൈവം തയ്യാറാകുന്ന രംഗമാണ് രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ 18-ാമത്തെ അധ്യായം അതിൽ 26-ാമത്തെ തിരുലിഖിതം, ഉൽപ്പത്തി 18:26. അവിടെ ദൈവം സോദോം ഗൊമോറ പട്ടണങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അബ്രാഹാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം അബ്രാഹത്തോട് സംസാരിക്കുന്നു. അവിടെ സംഭാഷണ വിഷയം സോദോം ഗൊമോറ പട്ടണത്തിൻ്റെ പാപങ്ങളാണ്. പാപം പെരുകി 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 പാപത്തിൻ്റെ ക്ലൈമാക്സിലെത്തിയ പട്ടണം, പാപത്തിൻ്റെ ക്ലൈമാക്സിലെത്തിയ ജനത, പാപത്തിൻ്റെ മട്ടുവരെ കുടിച്ച ദേശം. ആ ദേശത്തിൻ്റെ മേൽ അഗ്നിയും ഗന്ധകവും ഇറങ്ങി, അഗ്നിയും ഗന്ധകവും പെയ്ത് അത് നശിക്കാൻ, അത് വെണ്ണീറാകാൻ പോവുകയാണ്. അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്രാഹാം ദൈവത്തോടൊരു ചോദ്യം. ദൈവമേ, ഒരു 50 നീതിമാന്മാർ ആ നാട്ടിൽ, ആ പട്ടണത്തിൽ, കൊടും ക്രൂരതയുടെ കൊടും പാപത്തിൻ്റെ പട്ടണം, അഗ്നി ഗന്ധകവും ഇറങ്ങി നശിപ്പിക്കാൻ തക്ക വിധം നാശത്തിൻ്റെ പട്ടണം, അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുമോ? അപ്പോഴാണ് ദൈവം പറയണത്, ഉൽപ്പത്തി 18:26, കർത്താവ് അരുളി ചെയ്തു, സോദോം നഗരത്തിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ആ പട്ടണം മുഴുവനോടും ഞാൻ ക്ഷമിക്കും. ആ 50 പേരെ പ്രതി ആ പട്ടണം മുഴുവൻ്റെയും മുഴുവൻ പാപങ്ങളും ക്ഷമിക്കും എന്നല്ലേ തിരുലിഖിതം പഠിപ്പിക്കുന്നത്. പിന്നെ 40 30 20 10 ദൈവം പറഞ്ഞു, ഒരു 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 10 നീതിമാന്മാരെ പ്രതി ആ പട്ടണം മുഴുവൻ്റെയും മുഴുവൻ പാപങ്ങളും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രമാത്രം ദൈവം ആനന്ദം കൊള്ളുന്ന ഒരു വിഷയമാണ് വിശുദ്ധിയുള്ള ജീവിതം.
നീതിനിഷ്ഠമായ ജീവിതം, അത് ദൈവത്തെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കും. ഒരു രാജ്യം മുഴുവൻ്റെയും പാപം ക്ഷമിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നൊരു വിഷയമാണ് ആ രാജ്യത്ത് ഒരാൾ വിശുദ്ധമായി ജീവിക്കുന്നുണ്ടെങ്കിലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് ഒത്തിരി വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെ തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെ തുറന്നിരിക്കുന്നു. മറ്റൊരു നീതിമാനം നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായം. അവിടെ പൂർവ്വപിതാവായ ജോസഫ് ഈജിപ്തിലുള്ള പൊത്തീഫർ എന്ന് പറയുന്ന ഒരു സേനാ നായകൻ്റെ ഭവനത്തിൽ അടിമ വേലക്കാരനായി നിയമിക്കപ്പെടുകയാണ്. ജോസഫ് അടിമയായി വിൽക്കപ്പെട്ടു. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ പൊത്തീഫർ അവനെ അടിമയായി വാങ്ങി. പൊത്തീഫറിൻ്റെ ഭവനത്തിലെ ചുമതല പൊത്തീഫർ എന്ന ഈജിപ്തുകാരൻ ജോസഫിനെ ഏൽപ്പിച്ചു. ജോസഫ് ആകട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയങ്കരമായി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്വീകാര്യനായൊരു വ്യക്തിയായിരുന്നു ജോസഫ്. ആ ജോസഫ് ഒരു സമയത്ത് പാപം ഉണ്ടായ സമയത്ത് ജോസഫ് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുമ്പിൽ പാപം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തന്നെ പാപം ചെയ്യാൻ നിർബന്ധിച്ച് കടന്നു പിടിച്ചൊരു സ്ത്രീയുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവനാണ് ജോസഫ് എന്ന് പറഞ്ഞ പാപത്തോട് അങ്ങേയറ്റം യുദ്ധം ചെയ്തിരുന്നൊരു മകൻ. അദ്ദേഹം പൊത്തീഫറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പം ദൈവം എന്താ പൊത്തീഫറിൻ്റെ ഭവനത്തോട് ചെയ്തത്? അതാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൽ 5-ാമത്തെ തിരുലിഖിതം. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമി പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങേയറ്റം സന്തോഷിക്കുന്നൊരു വിഷയമാണ്. ദൈവം സ്വന്തമായി കരുതുന്ന ഒരു ദൈവ പൈതൽ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതൽ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവ പൈതൽ പാപം വിട്ടോടാൻ, പാപത്തെ വലിച്ചെറിഞ്ഞ് ദൈവസന്നിധിയിൽ എപ്പോഴും നീതിനിഷ്ഠമായി വിശുദ്ധ ജീവിതം നയിക്കാൻ ഉത്സാഹിക്കണമെന്ന് തിരുലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം ജ്ഞാനം 15:2, കർത്താവ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. കർത്താവ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 12-ാമത്തെ ലിഖിതം, കർത്താവ് തെരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ലോകത്തിൻ്റെ എല്ലാ വെറിക്കൂത്തുകളോടും വിട പറഞ്ഞ് ഈ ഭൂമി വിശുദ്ധമായി ജീവിച്ച് ഞങ്ങളെ തെരഞ്ഞെടുത്തവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധമായി ഭൂമി ജീവിക്കാൻ യേശുവേ, പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു വീണ്ടും ജനനം നൽകി, ഒരു പുതുജനനം നൽകി, ഒരു പുതിയ ജനനം നൽകി, ഒരു വീണ്ടും ജനനം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എല്ലാവരും കരങ്ങൾ തുറന്ന് കണ്ണുകൾ അടച്ച് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ ശക്തിക്ക് വേണ്ടി, ഒരു പുതിയ ഉണർവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ, കവിയണമേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഒഴുകണമേ, പുതിയൊരു ജനനം നൽകും ദൈവത്തിന്റെ ആത്മാവേ, വിശുദ്ധാത്മാവേ, ലോകത്തിന്റെ ജഡമോഹങ്ങളോട് ഇവിടെ പുതിയൊരു ധീരതയോടെ വിശുദ്ധ ജീവിതം നയിക്കാൻ, പൗരുഷമായി വിശുദ്ധമായി ജീവിക്കാൻ ചൊരിയണമേ, കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, നിറയണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ.
കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇതാ ഈ കൂട്ടായ്മയിൽ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങയുടെ ആത്മാവോട് നിറയ്ക്കണമേ. വിശുദ്ധ ജീവിതം കൊണ്ട് എന്ത് കാര്യം? ഈ ലോകത്തിൽ ഇതിന് വിലയില്ലല്ലോ. ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഞാൻ ഇങ്ങനെ ജീവിച്ചത് എന്ത് കാര്യം? എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലല്ലോ. എനിക്ക് വിലയുണ്ടോ? ഇങ്ങനെ ഒരുപാട് പിന്മാറ്റത്തിന് ചിന്തയിൽ വെച്ച് ഒരുപാട് ഭാരപ്പെടുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് പുതുശക്തി നൽകി അനുഗ്രഹിക്കണമേ. പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ ഈ രാജ്യത്ത് എല്ലാവരും പാപം ചെയ്താലും ഞാൻ ഒരാൾ പാപം ചെയ്യാതെ ജീവിച്ചാൽ അതിന് വിലയുണ്ടെന്ന് ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോ ഹൃദയങ്ങളെയും ഇപ്പോൾ ബോധ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുലിഖിതം. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ഈ ഭൂമിയുള്ള എല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സ്വർഗീയ രാജാവായ യേശു കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എൻ്റെ യേശുവേ, എൻ്റെ രക്ഷിതാവേ എന്ന് നിലവിളിച്ചാൽ ഇതാ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് സഭയോടൊപ്പം വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. അനേകരിലേക്ക് കർത്താവിൻ്റെ മഹത്വം വ്യാപരിച്ച് ഹൃദയങ്ങളിൽ തളം കെട്ടിക്കിടന്ന ദുഃഖ പീഡകൾ വിട്ടൊഴിഞ്ഞ് പോകുന്നതായി വെളിപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. രോഗത്തിൻ്റെ ആധിപത്യങ്ങൾ നസ്രായന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. കടബാധിത കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറി പോകട്ടെ. തകരുന്ന ബിസിനസ് സ്ഥാപനങ്ങളെയും കൃഷിനാശങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലുള്ള ദുഃഖ പീഡകളുടെ മേൽ ദൈവിക ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. തടസ്സപ്പെട്ടു നിന്ന ഓരോ തടസ്സങ്ങളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് റോസ്ലി. ഞാൻ തോപ്പുമഴിയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ സഹോദരൻ 2007 ഫെബ്രുവരി 13 അവൻ വീണു. ഡിസ്ക് തെറ്റിയെന്ന് പറഞ്ഞു. സ്റ്റൂളിൽ നിന്ന് ലൈറ്റ് ഇടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സ്റ്റൂളിൽ നിന്ന് വീണതാണ്. നിലത്തടിച്ച് വീണു. അവന് ഡിസ്ക് തെറ്റിപ്പോയി. അവൻ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയി 3 ദിവസം അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് ഒരാൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ട, നിങ്ങളത് ഒഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പല സ്ഥലത്തും കൊണ്ടുപോയി, മൈസൂരിലും പെരുമ്പാവൂരിലെല്ലാം കൊണ്ടുപോയി. അവിടെ നിന്ന് പോയിട്ട് ഒഴിഞ്ഞിട്ടൊന്നും ഒരു രക്ഷയും ഉണ്ടായില്ല. അവൻ കിടപ്പിലായിരുന്നു. അങ്ങനെ 2000 കിടപ്പിൽ തന്നെയായിരുന്നു, എഴുന്നേൽക്കുന്നില്ല. ഇല്ല, ജോലിക്കൊന്നും പോകുന്നില്ല. ഡിസ്ക് തെറ്റി പിന്നെ കിടപ്പിലായിരുന്നു. അവൻ എഴുന്നേൽക്കുന്നില്ല. അവന് ബാത്റൂമിലൊന്നും പോകാൻ പറ്റുന്നില്ല. വെപ്പാനെല്ലാം വെച്ച് കൊടുത്താണ് അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞു ഇങ്ങനെ ധ്യാനത്തിന് പോയാൽ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2008 ധ്യാനത്തിന് ഞാൻ ഇവിടെ വന്നിരുന്നു. അവന് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വർഷത്തെ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ. അതെ, കഴിഞ്ഞ വർഷത്തെ മറൈൻ ഡ്രൈവ് കൺവെൻഷൻ ഈ ദുഃഖത്തോടു കൂടെയാണ്, ഈ വേദനയോട് കൂടെയാണ് ഈ സഹോദരി ഇവിടെ വന്നിരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, അവൻ ജോലിക്ക് പോയില്ലെങ്കിലും സാരമില്ല, അവൻ്റെതായ സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവൻ സ്വന്തമായി എഴുന്നേറ്റ് നടക്കണം. അത്ര മാത്രമേ ഞാൻ ദൈവത്തോട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ മാർച്ച് 7 ഞങ്ങൾ അട്ടപ്പാടിയിൽ ധ്യാനത്തിനും പോയിരുന്നു. ഫസ്റ്റ് വെള്ളിയാഴ്ച അവിടെ വന്ന് ഞാൻ കരഞ്ഞ് പ്രത്യേകം പ്രാർത്ഥിച്ചു. അവന് വേണ്ടിയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ എൻ്റെ സഹോദരൻ എഴുന്നേറ്റ് നടക്കുന്നു. അവൻ്റെതായ കാര്യങ്ങൾ അവൻ ചെയ്യുന്നു.
Praise the Lord. അവന് കിടന്ന കിടപ്പിൽ കിടന്ന അവസ്ഥയിൽ നിന്ന് മാറി എഴുന്നേറ്റ് നടക്കാനും ബാത്റൂമിൽ പോകാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം അവൻ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.